So welcome back to our discussion on laser. Last time നമ്മൾ laser ഡിസ്കസ് ചെയ്ത സമയത്ത് ലേസറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ത്രെഷോൾഡ് കണ്ടീഷൻ എന്തൊക്കെയാണ് എന്നാണ് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ലൈൻ ബ്രോഡനിങ് മെക്കാനിസംസ്. അപ്പോൾ ലൈൻ ബ്രോഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു ഇറ്റ് ഈസ് മോണോക്രോമാറ്റിക് എന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി സിംഗിൾ വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി. വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒരൊറ്റൊരു ഫ്രീക്വൻസിയെ ഉണ്ടാവുകയുള്ളൂ. അത് വളരെ ഷാർപ്പാണ്, സ്പെസിഫിക് ആണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെയും അതൊരു സ്ട്രിക്ട്ലി ഒരു ഷാർപ്പായിട്ടുള്ള ഒരു വാല്യൂ അല്ല. ദർ ഈസ് എ ബ്രോഡനിങ് മെക്കാനിസം ഹാപ്പനിങ് ഫോർ എ പ്രാക്ടിക്കൽ ലേസർ. ആൻഡ് ഈ ബ്രോഡനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഷാർപ്പ് ഫ്രീക്വൻസിയിൽ കുറച്ച് ചേഞ്ചസ് വരാനുള്ള സാധ്യത ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ലൈൻ ബ്രോഡനിങ് മെക്കാനിസംസ്. ലൈൻ എന്ന് പറയാൻ കാര്യം ഒരൊറ്റ ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മളത് വരയ്ക്കുന്നത് ഒരൊറ്റ സിംഗിൾ ലൈനിലായിരിക്കും, സ്പെക്ട്രത്തിലൊരു സിംഗിൾ ലൈനായിട്ടാണ് വരയ്ക്കുന്നത് അല്ലേ. ആ ലൈന് ആ ഫ്രീക്വൻസിക്ക്, അതായത് ഒരു ആക്റ്റീവ് മീഡിയമാണ് ലേസറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ആക്റ്റീവ് മീഡിയത്തിൽ എന്തുണ്ട്, നമുക്ക് ലേസിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസോ സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡോ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലുള്ള ആക്റ്റീവ് മീഡിയമാണ് അതിൻ്റെ ട്രാൻസിഷൻ കാരണം, അതായത് സ്റ്റിമുലേറ്റഡ് എമിഷൻ കാരണം ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടാകുന്ന പ്രോസസ്സിൽ ഒരു സിംഗിൾ ഫ്രീക്വൻസി ഔട്ട്പുട്ട് വരുന്നതിന് പകരം ആ ഫ്രീക്വൻസിയിൽ ചെറിയ ഒരു വേരിയേഷൻ ഉണ്ടാവുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ലൈൻ ബ്രോഡനിങ് മെക്കാനിസം. ആ ലൈനായിട്ട് വരുന്നത് ബ്രോഡായിട്ട് വരയ്ക്കേണ്ട ഒരവസ്ഥ. അതായത് ബ്രോഡായിട്ട് വരയ്ക്കുന്നത് എപ്പോഴാണ്, ഫ്രീക്വൻസിക്ക് ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാകുന്ന സമയത്താണ് അല്ല. ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ വലിയ റേഞ്ച് അല്ല, തന്നിരിക്കുന്ന വേവ് ലെങ്ത്, അതായത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന വേവ് ലെങ്ത്തിൽ നിന്ന് കുറച്ച് ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ ചേഞ്ച് ഉണ്ടാവാനുള്ള ആ ചേഞ്ചിന് പറയുന്ന പേരാണ് ലൈൻ ബ്രോഡനിങ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. അപ്പം ഈ ലൈൻ ബ്രോഡനിങ് നമ്മൾ പഠിക്കുന്നത് പ്രധാനമായും ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ്റെ ടേംസിലാണ്. ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ ജി ഒമേഗ എന്നുള്ളതാണ്. ഇപ്പോൾ ജി ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആറ്റംസ് റേഡിയേഷൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻട്രാക്ഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ സ്ട്രെങ്ത് ആണ് ഉണ്ടാവുക. അതായത് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഇൻട്രാക്ഷൻ കൂടുക കുറയുക ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ ജി ഒമേഗ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലേസറിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഫ്രീക്വൻസിക്ക് അനുസരിച്ച് വരയ്ക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് സം കൈൻഡ് ഓഫ് ഇൻറ്റൻസിറ്റി വേഴ്സസ് ഫ്രീക്വൻസി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ലേസറിൻ്റെ ഒരു ഫ്രീക്വൻസി, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള ഒരു ലേസർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് ഹൈ ഇൻറ്റൻസിറ്റി ആയിരിക്കും, അതിൻ്റെ രണ്ട് ഭാഗത്തേക്കും ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. സോ ഒരു ഗൗസിയൻ ഫംഗ്ഷനാണ് സാധാരണ കിട്ടാറ്. അപ്പം ആ ഒരു ഷേപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ബ്രോഡ് ആവാനുള്ള കാര്യം, ഇപ്പോൾ സാധാരണ ഒരു ലൈൻ വരുന്നതിന് പകരം ഒരു ഗൗസിയൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ ലൊറൻസിയൻ ഫംഗ്ഷനോ വരാനുള്ള റീസൺസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അങ്ങനെ ലൈൻ ബ്രോഡനിങ് മെക്കാനിസംസ് എന്ന് പറയും. 3 തരത്തിലുള്ള മെക്കാനിസംസ് ആണുള്ളത്. ഒന്ന് ഡോപ്ലർ ബ്രോഡനിങ്, 2 കൊളീഷൻ ബ്രോഡനിങ്, 3 നാച്ചുറൽ ബ്രോഡനിങ്. അപ്പോൾ ഈ 3 ബ്രോഡനിങ് മെക്കാനിസംസ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിലും പഠിച്ചിട്ടുണ്ട്. അതായത് അവിടെ സ്പെക്ട്രം ഒരു ലൈൻ ബ്രോഡാവാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിച്ചിട്ടുണ്ട്. ഇതേ റീസൺസ് തന്നെയാണ്. 1 ഡോപ്ലർ ബ്രോഡനിങ് മെക്കാനിസമാണ്, 2 കൊളീഷൻ ബ്രോഡനിങ് ആണ്, 3 നാച്ചുറൽ ആയിട്ടുള്ള ബ്രോഡനിങ്. ഇനി ഇത് ഇപ്പം മെക്കാനിസംസ് നിങ്ങൾ അജയ് ഘട്ടക്കിൻ്റെ ബുക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഇക്വേഷൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് മാത്രം പഠിച്ചാൽ മതി എന്ന് സിലബസിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം 3 മെക്കാനിസംസ് ഏതാണെന്ന് പഠിക്കുക, ആ മെക്കാനിസംസ് എന്തുകൊണ്ടുണ്ടാവുന്നു,
എന്തൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ആണ് ആ മെക്കാനിസംസിൽ ഉണ്ടാകുന്നതെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പ്രധാനമായും നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്യാം. പ്രധാനമായും ഡോപ്ലർ ബ്രോഡനിങ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. ഇപ്പോൾ ഡോപ്ലർ ബ്രോഡനിങ് ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ തെർമൽ മോഷൻ ഓഫ് ദ ഗ്യാസ് ആറ്റംസ്. അതായത് നമ്മളെടുക്കുന്ന ഒരു ഗ്യാസ് ലേസർ ആണെങ്കിൽ അതിൻ്റെ ആക്റ്റീവ് മീഡിയത്തിൽ ഗ്യാസാണ് ഉണ്ടാവുക. ആ ഗ്യാസിൽ കുറേ ആറ്റംസ് ഉണ്ടായിരിക്കും. ആ ആറ്റംസ് ടെമ്പറേച്ചർ അനുസരിച്ച്, അപ്പോൾ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹയർ ടെമ്പറേച്ചർ ആണെങ്കിൽ ആ ടെമ്പറേച്ചർ കാരണം ഈ ആറ്റത്തിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും, റാൻഡം മോഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റാൻഡം മോഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ട്രാൻസിഷൻ ഫ്രീക്വൻസി, ഓരോ ആറ്റത്തിനും എന്തുണ്ട്, ട്രാൻസിഷൻ ഫ്രീക്വൻസി ഉണ്ട്. 2 എനർജി ലെവലിലുള്ള ആറ്റംസ് ആണ് ഇതുള്ളത്. അത് ലേസറിൻ്റെ മെക്കാനിസംസ് നടക്കുന്ന സമയത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് പിന്നെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോയി അവിടെ വെയിറ്റ് ചെയ്യുന്നു. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിനെക്കാട്ടിലും പോപ്പുലേഷൻ ഇൻവേർട്ട് ചെയ്യുന്ന സമയത്ത്, പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് സ്പോണ്ടേനിയസ് എമിഷൻ വഴി ഈ ആറ്റംസ് എല്ലാം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വീണ്ടും വരും. അതുപോലെ ആ സമയത്ത് ലേസർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് മെക്കാനിസം. അപ്പോൾ ഓരോ ആറ്റത്തിനും ഒരു ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ഉണ്ട്. പക്ഷേ ഇങ്ങനെ തെർമൽ മോഷൻ, അപ്പോൾ മൂവ് ചെയ്യുന്ന ഒരു ആറ്റത്തിന് ഈ ഒരു സ്റ്റേഷനറി ആറ്റത്തിൻ്റെ ഈ ഫ്രീക്വൻസിയിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസത്തിന് പറയുന്ന പേരാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയിലുള്ള ചേഞ്ച്, അതായത് ആറ്റം മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആക്ച്വൽ ഫ്രീക്വൻസിയിൽ നിന്ന് ഉള്ള വ്യത്യാസം വരുന്ന ഫ്രീക്വൻസിയാണ് അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ അപ്പാരൻറ്റ് ഫ്രീക്വൻസി ആക്ച്വൽ ഫ്രീക്വൻസിയിൽ നിന്ന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കാരണം എന്താണ്, ട്രാൻസിഷൻ ഫ്രീക്വൻസി കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം ഔട്ട്പുട്ടിൽ വരുന്ന, അപ്പോൾ ട്രാൻസിഷൻ ഫ്രീക്വൻസി വ്യത്യാസം വരുമെന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന ലേസറിൻ്റെ ഫ്രീക്വൻസിക്കും ചെറിയ തോതിലുള്ള വ്യത്യാസം ഉണ്ടാവാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഷാർപ്പായിട്ടുള്ള ലൈനിന് പകരം ചെറിയ ഒരു ഫ്രീക്വൻസി ചേഞ്ച്, ഇപ്പം 632 നാനോമീറ്ററാണ് ലേസറിൻ്റെ ഔട്ട്പുട്ട് വേവ് ലെങ്ത് കിട്ടേണ്ടതെങ്കിൽ അതിന് പകരം 632.1 അല്ലെങ്കിൽ 632.23. അപ്പോൾ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ഇങ്ങനെ ഉള്ള ഡോപ്ലർ എഫക്റ്റ് കൊണ്ട് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിലുള്ള നമ്മളിപ്പം ഇൻറ്റൻസിറ്റി വേഴ്സസ് ഫ്രീക്വൻസി വെച്ചിട്ട് അവിടെ ഔട്ട്പുട്ട് വരയ്ക്കുകയാണെങ്കിൽ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ വരയ്ക്കാം. നമുക്ക് ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഗൗസിയൻ ഷേപ്പ് ആയിരിക്കും. ഗൗസിയൻ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഐ ക്യാൻ ഷോ യു വാട്ട് ഇസ് എ ഗൗസിയൻ. ഇതാണൊരു ഗൗസിയൻ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ബ്ലാക്ക് ലൈൻ കാണിച്ചിരിക്കുന്നതാണ് ഗൗസിയൻ ഷേപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെൻറ്റർ, ഇത് 0 ആണ് സെൻറ്റർ, 2 ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ഉള്ളത്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള റാൻഡം ആയിട്ടുള്ള പ്രോസസ്സൊക്കെ നോർമലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗൗസിയൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അതിനോട് തന്നെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു ഫോമാണ് ലൊറൻസിയൻ ഫംഗ്ഷൻ. രണ്ടും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടുന്ന് ഇങ്ങോട്ട് കർവ് ചെയ്ത് ഇവിടുന്ന് പോകുന്നു. പക്ഷേ ഇവിടുന്ന് ലൊറൻസിയൻ്റെ കേസിൽ, ഈ റെഡ് കളറിൻ്റെ കർവിൻ്റെ കേസിൽ ഈ 2 സൈഡിലും ഒരു എക്സ്പോണൻഷ്യൽ ഡീക്കേ നടക്കുന്നുണ്ട്. ഇവിടെയും എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഡീക്കേ ആണ്. പക്ഷെ ഇവിടെ ഗൗസിയൻ്റെ ഷേപ്പിൽ ഒരു എക്സ്പോണൻഷ്യൽ ഡീക്കേ അല്ല നടക്കുന്നത്. ഇവിടെ ഒരു ബൾജിങ് ഉണ്ട്. ഈ സൈഡ്, ഈ 2 സൈഡിലും കുറച്ച് ബൾജിങ് ഉണ്ട്. അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റൻസിറ്റി വേഴ്സസ് ഈ ആക്സിസിൽ ഫ്രീക്വൻസിയാണ് ഉണ്ടാവുക. അപ്പം ഇതിന് നമ്മൾ എടുക്കുന്ന ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം എന്ന് വെച്ചാൽ, ഫുൾ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർവിൻ്റെ വിഡ്ത്താണ്. പക്ഷേ എവിടെ എടുക്കണം, ഈ വിഡ്ത്ത് വേണമെങ്കിൽ ഇവിടെ എടുക്കാം, സെൻറ്ററിൽ എടുക്കാം, താഴെ എടുക്കാം, എവിടെ വേണമെങ്കിലും എടുക്കാം വിഡ്ത്ത്, അല്ലേ? അപ്പോൾ അതിനാണ് പറയുന്നത് ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഹൈറ്റാണ് ഇതിൻ്റെ മാക്സിമം.
അപ്പോൾ ഇതിപ്പം 28 ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 28ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 14. അപ്പോൾ 14 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരും. അവിടെയുള്ള ഈ കർവിൻ്റെ വിഡ്ത്താണ് എന്ത്, ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. അപ്പോൾ ഓരോ ബ്രോഡനിങ് മെക്കാനിസം നടക്കുന്ന സമയത്തും ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ ഏത് ഷേപ്പിലായിരിക്കും എന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇപ്പോൾ ഡോപ്ലർ ബ്രോഡനിങ് നടക്കുന്ന സമയത്ത് അത് ഒരു ഗൗഷ്യൻ ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം എന്ന് പറയുന്നത് 2ω21 2kBt ln2 ഡിവൈഡഡ് ബൈ mc² ആണ്. c എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്, kb ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്, t ടെമ്പറേച്ചർ, m is the mass of the atom and ω21 is the transition frequency. ഓക്കെ, ഇപ്പോൾ ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം പഠിക്കണം, ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ്റെ ഷേപ്പ് പഠിക്കണം, ഇറ്റ് ഇസ് ഗോഷ്യൻ, ആൻഡ് ദ ബ്രോഡനിങ് ഈസ് ഇൻഹോമോജീനിയസ്. ബ്രോഡനിങ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരുപോലെ അതായത് ആക്റ്റീവ് മീഡിയത്തിലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. ഇറ്റ്സ് ആൻ ഇൻഹോമോജീനിയസ് എഫക്റ്റ്. ഓക്കെ, നൗ വി ഹാവ് എ കൊളീഷൻ ബ്രോഡനിങ്. കൊളീഷൻ ബ്രോഡനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് മീഡിയത്തിൽ ആറ്റംസ് എപ്പോഴും ഇങ്ങനെ റാൻഡം മോഷനിലാണ്. അപ്പോൾ റാൻഡം മോഷൻ നടക്കുന്ന സമയത്ത് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് കൊളീഷൻ ബിറ്റ്വീൻ ആറ്റംസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. ഈ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി ഇത് സംഭവിക്കുന്നത് ഗ്യാസ് ലേസറിലാണ്. അങ്ങനെ കൊളീഷൻ നടക്കുന്ന സമയത്ത് ആസ് എ റിസൾട്ട് ദർ ഇസ് എൻ അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ ദ ട്രാൻസിഷൻ ഫ്രീക്വൻസി. ഈ കൊളീഷൻ കാരണം ട്രാൻസിഷൻ ഫ്രീക്വൻസിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവാം. അത്തരത്തിലുള്ള ട്രാൻസിഷൻ ഫ്രീക്വൻസിയിലുള്ള ചേഞ്ച് ലേസറിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയെ ബാധിക്കും, ചെറിയ തോതിൽ ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ബ്രോഡനിങ് ആണ് എന്ത്, കൊളീഷൻ ബ്രോഡനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലൊറൻസിയൻ ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ദ ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം എന്ന് പറയുന്നത് ഡെൽറ്റ ഒമേഗ വിഡ്ത്താണ് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 2/τ0. τ0 represents the mean time between two collision. രണ്ട് കൊളീഷൻ ഇടയ്ക്കുള്ള ആവറേജ് ടൈം ആണ് τ0 എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു ബ്രോഡനിങ് മെക്കാനിസം ഹോമോജീനിയസ് ആണ്, അല്ലാതെ എല്ലാ ആക്റ്റീവ് മീഡിയത്തിലെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ്. കാര്യം കൊളീഷൻ നടക്കുന്നത് ഓൾമോസ്റ്റ് റാൻഡമായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള കൊളീഷൻസ് ആയതുകൊണ്ട് ഇതൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്, ബ്രോഡനിങ് മെക്കാനിസമാണ്. അതിൻ്റെ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ്റെ ഫോം ലൊറൻസിയൻ ആണ്. ഓക്കെ, നൗ ദർ ഇസ് എ നാച്ചുറൽ ബ്രോഡനിങ് മെക്കാനിസംസ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കൊളീഷൻസ് ഇല്ലയെന്ന് വിചാരിക്കുക, ആക്റ്റീവ് മീഡിയത്തിൽ കൊളീഷൻസ് നടക്കുന്നില്ല, തെർമൽ മോഷൻസ് നടക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ ലേസറിൻ്റെ ഔട്ട്പുട്ട് യു ക്യാൻ സീ എ ബ്രോഡനിങ് ഓഫ് ദി ഫ്രീക്വൻസി ബ്രോഡനിങ്. അത് ഉണ്ടാവാൻ കാര്യം അതിൻ്റെ ഫൈനൈറ്റ് ലൈഫ് ടൈം ഓഫ് ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഡ്യൂ ടു സ്പോണ്ടേനിയസ് എമിഷൻ. അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിന് ഫൈനൈറ്റ് ലൈഫ് ടൈം ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഒരു ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അതിനൊരു ഫൈനൈറ്റ് ലൈഫ് ടൈം ഉണ്ട്. ഒരു ഫൈനൈറ്റ് ടൈം വരെ അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കാം. ഈ ഒരു ഫാക്റ്റ് ഉള്ളത് കൊണ്ട് അത് എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ആണ് നമുക്ക് ലേസർ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പാരാമീറ്റർ ലൈഫ് ടൈം ഓഫ് ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഡ്യൂ ടു സ്പോണ്ടേനിയസ് എമിഷൻ എന്നുള്ള പാരാമീറ്റർ ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഫ്രീക്വൻസിക്ക് ഒരു ചെറിയൊരു ബ്രോഡനിങ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലൊറൻസിയൻ ഷേപ്പ് ആയിരിക്കും. അതിൻ്റെ ലൊറൻസിയൻ ഷേപ്പിൻ്റെ ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം എന്ന് പറയുന്നത് ഡെൽറ്റ ഒമേഗ ഈക്വൽ ടു 1/TSP. TSP എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് എമിഷൻ ലൈഫ് ടൈം. ഓക്കെ, നൗ ഈ ഡോക്യുമെൻറ്റിൽ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലേസർ ബീം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പലതരത്തിലുള്ള ലേസേഴ്സാണ്. അതിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. പ്രധാനമായും റൂബി ലേസറും ഹീലിയം നിയോൺ ലേസറാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ
ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.